ഞാനിതിനകത്തൊരു കൂലിയാണ്, ബാക്കിയൊക്കെ തന്റെ സ്ഥിരം പരിപാടികളാണോ? അല്ലണ്ണ, ഇത് മെയിൻ വാച്ചാണ്. എനിക്കറിയായിരുന്നടോ താൻ കറങ്ങി തിരിഞ്ഞ് ലവനകത്ത് കുത്തി കയറ്റുമെന്ന്. ആരെ? ലവൻ റോളക്സ്. അയ്യേ, അതിന് റോളക്സ് വാച്ച് കടക്കാരനൊന്നും അല്ലല്ലോ. ഈ പടം LCO പോലും അല്ല. ഞാനിതുപോലെ ആ ലിയോയിലും കേട്ടതാ. അതുപോലെ പറയാൻ മറന്നുപോയി, ഇതിലൊരു കിടിലം പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയാ ഡാൻസ് ചെയ്യുന്നത്. അപ്പോ പൂജ ഹെഗ്ഡെയാണോ ഇപ്പോഴത്തെ നായിക? നായികയല്ല, ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. ഓ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സാന്റി മാസ്റ്ററിനോട് പറയണം എനിക്ക് കുറച്ച് ടഫ് സ്റ്റെപ്സ് ഒക്കെ തരാൻ. അറബിക്കുത്തിന്റെ മുകളിൽ നിൽക്കണം. അണ്ണ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എത്ര ടഫ് സ്റ്റെപ്സ് ആണേലും ഞാൻ ചെയ്തോളാം. അതല്ല, പിന്നെ ഈ പാട്ടില് അണ്ണനില്ല, സൗബിനാ ഡാൻസ് കളിക്കുന്നത്. അണ്ണന് ഞാനും അനിയും കൂടെ ഹുക്കും പോലെ ഒരു പാട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തിന്? സ്ലോ മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ? ഞാനിതിനകത്തൊരു കൂലിയാണ്, ബാക്കിയൊക്കെ തന്റെ സ്ഥിരം പരിപാടികളാണോ? അല്ലണ്ണ, ഇത് മെയിൻ വാച്ചാണ്. എനിക്കറിയായിരുന്നടോ താൻ കറങ്ങി തിരിഞ്ഞ് ലവനകത്ത് കുത്തി കയറ്റുമെന്ന്. ആരെ? ലവൻ റോളക്സ്. അയ്യേ, അതിന് റോളക്സ് വാച്ച് കടക്കാരനൊന്നും അല്ലല്ലോ. ഈ പടം LCO പോലും അല്ല. ഞാനിതുപോലെ ആ ലിയോയിലും കേട്ടതാ. അതുപോലെ പറയാൻ മറന്നുപോയി, ഇതിലൊരു കിടിലം പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൂജ ഹെഗ്ഡെയാ ഡാൻസ് ചെയ്യുന്നത്. അപ്പോ പൂജ ഹെഗ്ഡെയാണോ ഇപ്പോഴത്തെ നായിക? നായികയല്ല, ഈ പാർട്ടി മാത്രമേ ഉള്ളൂ. ഓ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സാന്റി മാസ്റ്ററിനോട് പറയണം എനിക്ക് കുറച്ച് ടഫ് സ്റ്റെപ്സ് ഒക്കെ തരാൻ. അറബിക്കുത്തിന്റെ മുകളിൽ നിൽക്കണം. അണ്ണ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എത്ര ടഫ് സ്റ്റെപ്സ് ആണേലും ഞാൻ ചെയ്തോളാം. അതല്ല, പിന്നെ ഈ പാട്ടില് അണ്ണനില്ല, സൗബിനാ ഡാൻസ് കളിക്കുന്നത്. അണ്ണന് ഞാനും അനിയും കൂടെ ഹുക്കും പോലെ ഒരു പാട്ട്